ചില ആളുകൾ ഇതുപോലെ പച്ച പുൽ മൈതാനത്തിൽ വന്നിരിക്കും. മൈതാനത്ത് വരുമ്പോൾ സാധാരണ ആൾക്കാർ ചെയ്യുന്നത് ഇതുപോലൊരു പുല്ലെടുക്കും, അതിങ്ങനെ വാങ്ങി വെക്കും, ഇങ്ങനെ കടിക്കും, ചിലപ്പോൾ അതുകൊണ്ട് പല്ല് വൃത്തിയാക്കും, ചിലപ്പോൾ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കും. മിക്കവാറും ആൾക്കാർ ചിലപ്പോൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ കടിച്ച് ചിലപ്പോൾ തിന്നും. അപ്പോൾ ഇവർ പശുവാണോ എന്ന് വെച്ചാൽ ആടാണോ അതുമല്ല. പിന്നെ എന്തിനാണ് തിന്നുന്നതെന്ന് വെച്ചാൽ ചുമ്മാ രസം. ഞാനും നിങ്ങളൊക്കെ അങ്ങനെ തന്നിട്ടുണ്ട്. പക്ഷേ ഒരു മനുഷ്യൻ തുടർച്ചയായിട്ട് 7 വർഷം പുല്ല് തിന്നാന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും സങ്കല്പിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരാളുണ്ട്, 7 വർഷം തുടർച്ചയായിട്ട് കാളയെപ്പോലെ പുല്ല് തിന്നൊരു മനുഷ്യൻ. അദ്ദേഹത്തെ സാധാരണ മനുഷ്യനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് ദേഷ്യം പിടിക്കും കേട്ടോ. പുള്ളിക്ക് ഇഷ്ടമല്ല. കാരണം പുള്ളി ബാബിലോൺ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യത്തിൻ്റെ ഒരു സാമ്രാജ്യത്തിൻ്റെ തലവനാണ്. ഒരു ദിവസം കൊട്ടാരത്തിൽ ഇങ്ങനെ ഉലാവിക്കൊണ്ടിരുന്നപ്പോൾ പുള്ളി പറഞ്ഞു, ഇത് ഞാൻ എൻ്റെ ധനമഹാത്മ്യത്താൽ എൻ്റെ പ്രതാപത്തിനായിട്ട് എൻ്റെ രാജധാനിയായി പണിത മഹദിയാം ബാബിലോൺ അല്ലയോ, ബാബേൽ അല്ലയോ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് അദ്ദേഹത്തിൻ്റെ അഹങ്കാരത്തിൽ നിന്നും അഹന്തയിൽ നിന്നും തൻ്റെ അച്ചീവ്മെൻറ്റ്, താൻ ചെയ്ത നേട്ടത്തെക്കുറിച്ചൊക്കെ പുകഴ്ത്തി പറഞ്ഞതാണ്. വേറെ ഒരു പറഞ്ഞാൽ ഞാൻ വലിയൊരു സംഭവമാണ്, ഞാൻ വലിയ പ്രസ്ഥാനമാണ്, നോക്കൂ ഇതെല്ലാം എൻ്റെ കൈപ്പണിയാണ്, ഞാൻ വലിയ ആളാണ്. അങ്ങനെ ചെറുതായിട്ട് സ്വയം പൊങ്ങിയപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, നീ ഇനി കാളയെപ്പോലെ പുല്ല് തിന്നും, മനുഷ്യരുടെ ഇടയിൽ നിന്ന് തന്നെ ഞാൻ മാറ്റാൻ പോവുകയാണ്. നീ വസിക്കുന്നത് ഇനി കാട്ടുമൃഗങ്ങളോട് കൂടിയായിരിക്കും, ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നീ നനയും. എപ്പോഴാണെന്നറിയാമോ? മനുഷ്യരുടെ രാജ്യത്തിന്മേൽ അത്യുന്നതനായവൻ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുന്നുവെന്ന് അറിയുന്നതോടം വരെ. അതായത് 7 വർഷം തുടർച്ചയായിട്ട് അവൻ പുല്ല് തിന്നു. അതുകൊണ്ട് ഈ പുല്ല് കാണുമ്പോഴെല്ലാം ദൈവം എത്ര വലിയവനെന്നും നമ്മൾ എത്ര ചെറിയതെന്നും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമുക്ക് അഹങ്കരിക്കുവാൻ യാതൊരു സാധ്യതയുമില്ല, അഹങ്കരിക്കുവാൻ യാതൊരു അർഹതയുമില്ല.